ഹായ് എവരിവൺ, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കരിമീൻ കറിയാണ്. മുരിങ്ങയ്ക്കയും മാങ്ങയും ചേർത്ത് തേങ്ങ അരച്ച കറിയാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനായി 1 കിലോ കരിമീൻ വൃത്തിയാക്കി കഷ്ണങ്ങളാക്കിയത് 800 ഗ്രാം ഉണ്ട്. തേങ്ങ ചിരകിയത് 200 ഗ്രാം. കാശ്മീരി മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, ഉപ്പ് 2 ടീസ്പൂൺ, വെള്ളം 2 കപ്പ്. ഇവ നന്നായി അരച്ചെടുക്കുക. ചൂടായ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ ഒഴിച്ച് എണ്ണ ചൂടായതിനു ശേഷം 1 ടീസ്പൂൺ ഉലുവ ഇട്ട് മൂപ്പിക്കുക. അതിലേക്ക് പച്ചമുളക് 4 എണ്ണം നടുവേ മുറിച്ചതും, ഇഞ്ചി ചെറിയ കഷ്ണം ചെറുതായി അരിഞ്ഞതും, 2 തണ്ട് കറിവേപ്പിലയും ഇട്ട് വഴറ്റുക. അതിലേക്ക് വെളുത്തുള്ളി 2ആയി മുറിച്ചത് 6 എണ്ണം, ചുവന്നുള്ളി 50 ഗ്രാം നീളത്തിൽ മുറിച്ചത്, ഒരു ടീസ്പൂൺ ഉപ്പും ചേർത്ത് 2 മിനിറ്റ് വഴറ്റി അതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയും 2 മാങ്ങയുടെ കഷ്ണങ്ങളും, മുരിങ്ങയ്ക്ക് 250 ഗ്രാം നീളത്തിൽ മുറിച്ചതും, മൂന്ന് കപ്പ് വെള്ളവും ചേർത്ത് ഇളക്കി അടച്ചു വെച്ച് 10 മിനിറ്റ് വേവിക്കുക. മാങ്ങയുടെ പുളി അനുസരിച്ച് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. മാങ്ങ കഷ്ണങ്ങൾ പൊടിയാതെ കിട്ടണമെന്നുണ്ടെങ്കിൽ മാങ്ങയുടെ പുളി കറിയിലേക്ക് ഇറങ്ങിയതിന് ശേഷം മാങ്ങ കഷ്ണങ്ങൾ കോരി മാറ്റി കറി ഓഫ് ചെയ്യുന്നതിന് മുമ്പായി കറിയിലേക്ക് ചേർക്കാവുന്നതാണ്. മീൻ കഷ്ണങ്ങൾ ചാറിൽ മുങ്ങിക്കിടക്കത്തക്ക വിധം ഓരോന്നായി പെറുക്കി വെക്കുക. അടച്ച് തീ കൂട്ടി വെച്ച് തിളച്ചതിന് ശേഷം 5 മിനിറ്റ് വേവിക്കുക. അടപ്പ് തുറന്ന് ഉപ്പും പുളിയും പാകത്തിനുണ്ടോയെന്ന് നോക്കി, പുളി കുറവാണെങ്കിൽ മാങ്ങ സെപ്പറേറ്റ് വേവിച്ച് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു ചെറിയ പാത്രത്തിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി അതിലേക്ക് കടുകിട്ട് പൊട്ടിയതിന് ശേഷം ചുവന്നുള്ളി അരിഞ്ഞതും, വറ്റൽമുളക് 2ആയി മുറിച്ചതും, കറിവേപ്പിലയും ഇട്ട് ഇളക്കി മൂപ്പിച്ച് കറിയുടെ മുകളിലേക്ക് ഒഴിക്കാവുന്നതാണ്. നമ്മുടെ കറി റെഡിയായി. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. കമൻറ്റ്സ് രേഖപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.